പിതാവിനോടുള്ള ഈശോയുടെ ഒരു പ്രാർത്ഥനയാണ്. ഞാനിപ്പോൾ അച്ഛൻ്റെ അടുക്ക വന്നത് എന്തിനാണെന്നറിയാവോ? ഇടവക വികാരിച്ചൻ്റെ അടുക്ക പോണോ, അതോ ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ്റെ അടുക്ക വരണോ, അതോ കോടതി പോണോ? എൻ്റെ ഈ പ്രാർത്ഥന വഴി സ്വർഗം എന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയാ. ഇനി ഈ സെമിനാരി ജീവിതം തുടരാൻ പറ്റുമോ, അതോ ഞാൻ നാട്ടിൽ പോയി എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കണ്ടേ? എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭാരം. നിന്റെ ജീവിതത്തിൽ സ്വർഗം ഒരു ശക്തി നൽകും. ആ ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്ന കാര്യം സാധിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുന്ന കാര്യം സാധിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അത് പ്രാർത്ഥനയെ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അല്ലേ? ചേച്ചിയുടെ ആഗ്രഹം എന്താണ്? ഭർത്താവ് ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ പെരുമാറണം. സത്യമല്ലേ? അതെ അല്ലേ ചേട്ടാ? എന്താ ആഗ്രഹം? ഞാൻ പറയുന്ന പോലെ എൻ്റെ ഭാര്യ കേൾക്കണം. എന്തു ചെയ്യാനാ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും ഭാര്യ കേൾക്കുന്നില്ല, ഭർത്താവ് കേൾക്കുന്നില്ല, മക്കള് പറയണ്ട. ദേ നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ എന്തോരം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉള്ളില് ചില ആഗ്രഹങ്ങൾ, ഇത് സാധിച്ചു കിട്ടണം. നമ്മൾ അതിനു വേണ്ടി നീണ്ട നാളുകളായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ സാധിച്ചു കിട്ടുന്നില്ല. അപ്പോൾ എന്തു ചെയ്യും? ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സർവശക്തനായ ഈശോ ഒരു വലിയ മാതൃക കാണിച്ചു തരികയാണ്. നമുക്ക് ആ വചനം ഒന്ന് പഠിക്കാം. അത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 42-ാം തിരുവചനം. പിതാവിനോടുള്ള ഈശോയുടെ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. വലിയ സങ്കടപ്പെട്ട ഈശോ പ്രാർത്ഥിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22 വേഴ്സ് 42, 22-42. പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇതെവിടെ വെച്ചാ ഈശോ പ്രാർത്ഥിച്ചെന്നറിയോ? പറയൂ, ഒച്ചത്തി പറ. ഗെത്സമീൻ തോട്ടത്തില് ഈശോ ഇങ്ങനെ രക്തം വിയർത്ത്, അങ്ങനെയാ ബൈബിൾ എഴുതിയിരിക്കുന്നത്, രക്തം വിയർത്ത് അത്രമേൽ ഭാരപ്പെട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പിതാവേ, ഈ കുരിശു മരണം വേണോ? ഇതൊന്ന് മാറ്റണ്ടേ അല്ലേ? എനിക്കിത് പറ്റുമോ? ഈശോ സങ്കടപ്പെട്ടുവാ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിച്ചത്? ഉറക്കം തൂങ്ങിയാണ് പ്രാർത്ഥിച്ചത്? അല്ല ചേച്ചി, എങ്ങനെ പ്രാർത്ഥിച്ചേ? രക്തം വിയർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ മാനസിക സംഘർഷം, അത്രമേലുള്ള ഞെരുക്കം ഉള്ളിലുണ്ട്. എന്നിട്ട് പിതാവേ, ഈ കുരിശിൻ്റെ വഴി എനിക്ക് വേണോ അല്ലേ? ഇതെനിക്ക് വേണോ? ഞാൻ എന്നതാ ചെയ്യണ്ടേ? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല, എന്നതാ ചെയ്യണ്ടേ? കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി പറഞ്ഞതുപോലെ, എൻ്റെ അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. എത്ര വർഷമായി? 25 വർഷമായി. 25 വർഷമായെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സമാധാനം. കുറച്ച് വർഷമൊക്കെ ആയിരുന്നെങ്കിൽ വല്ല വഴക്കായിരുന്നേനെ. ഞാൻ ചോദിച്ചു, അപ്പോൾ 25 വർഷമായല്ലോ, കൊള്ളാം. എൻ്റെ അച്ഛാ 25 വർഷമായി. ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് വിവാഹമോചനത്തിന് എവിടെ പോകണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ അച്ഛൻ്റെ അടുക്ക വന്നത് എന്തിനാണെന്നറിയാവോ? ഇടവക വികാരിച്ചൻ്റെ അടുക്ക പോകണോ, അതോ ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ്റെ അടുക്ക വരണോ, അതോ കോടതി പോകണോ വിവാഹമോചനത്തിന്? എത്ര വർഷമായി? 25 വർഷമായി. അപ്പം ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, എൻ്റെ പൊന്നു ചേച്ചി 25 വർഷമായില്ലേ? ഇനി ഈ ഭാരം ഞാൻ ചുമക്കണോ? പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു. എത്ര നാളായി ഇങ്ങനെ ചുമക്കാൻ തുടങ്ങിയിട്ട്? മടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല.
ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഒരു ഭാരമാണ്. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അല്ലേ? ഭർത്താവിൻ്റെ മദ്യപാനം, എനിക്കറിയാം കുറേ അധികം ചേച്ചിമാരെങ്കിലും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ എല്ലാ ദിവസവും കാണുമ്പം പറയും, എൻ്റെ അച്ഛാ കുടിയാ, ഇന്നലെ കുടിച്ചിട്ട് ദേ അവിടെ കിടന്ന് ഛർദ്ദിച്ചിട്ടിട്ടിരിക്കുക, എനിക്കിനി വയ്യ, ഇനി ഞാനങ്ങ് നോക്കത്തില്ല. അങ്ങനെയുള്ളവരുണ്ടെന്ന്. അപ്പോൾ വല്ലാത്ത ഭാരം. ഇനി എന്നാ ചെയ്യേണ്ടത്? പ്രാർത്ഥിച്ചു മടുത്തു, പ്രാർത്ഥിച്ചിട്ടൊരു ഉത്തരവും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈശോ ആരാണ്? ഈശോ ഇതാ, പിതാവേ ഈ കുരിശ് ഞാൻ എന്നതാ ചെയ്യേണ്ടത്? ഇങ്ങനെ കണ്ണുനീരോടെ ഈശോ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് നമ്മൾ തൊട്ടടുത്ത വചനം. അതിൻ്റെ 43-ാം തിരുവചനം ഒന്ന് വായിച്ച്. ചാപ്റ്റർ 22 വേഴ്സ് 43, 43-ാം വചനം. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എപ്പോൾ? അപ്പോൾ അതായത് എപ്പോൾ? എപ്പോഴാണോ ഈശോ ചങ്ക് കീറി, പിതാവേ ഞാൻ എന്നതാ ചെയ്യേണ്ടത്, ഇങ്ങനെ ചങ്ക് കീറി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം കൊടുക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ശക്തി ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നു. ഇത് വായിക്കുമ്പോൾ നീ പഠിക്കണം, ഞാൻ പഠിക്കണം. എന്നാന്നറിയാവോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിച്ചിട്ടും ഉത്തരവൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം എൻ്റെ ഈ പ്രാർത്ഥന വഴി സ്വർഗം എന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് മനസ്സിലാക്കിയവർ നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. മനസ്സിലായവർ നന്നായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തി കയ്യടിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കുടുംബം, അവരെനിക്ക് തോന്നുന്നു മിക്കവാറും ഞായറാഴ്ചകളോടെ പ്രാർത്ഥിക്കാൻ വരുന്നതാ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ദേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ബലത്തിലാ കേട്ടോ ഒന്ന് പിടിച്ചു നിൽക്കണത്. മനസ്സിലായോ? അതായത് അച്ഛാ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ബലത്തിലാ ഒന്ന് പിടിച്ചു നിൽക്കുന്നതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകാം. കയ്യിലൊന്നുമില്ല, പക്ഷേ പിടിച്ചു നിൽക്കുന്നത് പ്രാർത്ഥനയുടെ ബലാന്ന്, പ്രാർത്ഥനയുടെ ബലം കൊണ്ടാന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളോട് നിങ്ങളുടെ വീട്ടുകാർ ചോദിക്കും, എന്തിനാ ഈ പോട്ടാശ്രമത്തിലേക്ക് സ്ഥിരം പോകുന്നത്? അത് അവിടെ എന്നെ ഉണ്ടായിട്ടാ? നീക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നെ മെച്ചമുള്ള അല്ലേ? എന്നാൽ ആ ചേച്ചി ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഒരു ചേച്ചി എന്നോട് വന്ന് പ്രാർത്ഥിച്ചത്, അച്ഛാ ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ടാ വീട്ടിൽ നിന്ന് വന്നിരിക്കണേ. രാവിലെ കാപ്പി കുടിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ദേ പോട്ടാശ്രമത്തിലേക്ക് പോവുക. ഭർത്താവുണ്ടല്ലോ, ഇരുന്ന കസേര അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ കസേര എടുത്ത് ഒരു ഒറ്റ അടി അടിച്ചിട്ട് പറഞ്ഞെന്ന് പറയും, നിനക്ക് പണിയൊന്നുമില്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത്രയും തകർന്ന് തരിപ്പണായിട്ട് കിടക്കുക, എന്നിട്ട് നീ പോട്ടയിൽ പോയി പ്രാർത്ഥിക്കുന്നു. എന്നതായി പ്രാർത്ഥിക്കുന്നേ? എന്നാത്തിനാ പ്രാർത്ഥിക്കുന്നേ? ആ സഹോദരി കരയുമ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഈ കണ്ണുനീരിന്റെ ബലത്തിലാ ഇപ്പോഴും നിങ്ങളുടെ വീട് നിലനിൽക്കുന്നത്. ഹല്ലേലൂയാ, മനസ്സിലാവണുണ്ടോ? ഈ കണ്ണുനീരിന്റെ ബലത്തിലാ. ആ സഹോദരി ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു 3 ബസ് മാറി കയറണം. എന്നോട് പറഞ്ഞു, അച്ഛാ കാലാവസ്ഥ അത്ര അനുകൂലമൊന്നും അല്ല, ഭർത്താവ് രാവിലെ ഇങ്ങനെ എന്നോട് വഴക്കുണ്ടാക്കി, എന്നിട്ടും ഞാൻ ഇങ്ങോട്ട് വന്ന എന്നാന്നറിയോ? എൻ്റെ മക്കളെക്കുറിച്ചും എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും എനിക്ക് അത്രമേൽ സ്നേഹമുണ്ട് അച്ഛാ. ഇനി എനിക്കറിയാം ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ലെന്ന് എനിക്കറിയാം. ഈ പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥിച്ചാൽ സ്വർഗം നിനക്ക് ഒരു ശക്തി നൽകും. ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഈ അഭിഷേകം നൽകും. പ്രാർത്ഥിച്ചാൽ സ്വർഗം നിനക്ക് ഒരു ശക്തി നൽകും. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, സ്വർഗം നിനക്കൊരു ശക്തി നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ജൂൺ മാസം എനിക്ക് വല്ലാതെ പ്രിയപ്പെട്ട മാസാ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും, കാരണം മഴയുള്ള മാസമാണ് എന്ന് മാത്രമല്ല, സ്കൂള് തുറക്കുന്ന മാസം അല്ലേ? ഞാൻ സെമിനാരിൽ ചേർന്ന് ജൂൺ മാസം. മറ്റൊന്നുകൊണ്ട് എനിക്ക് വല്ലാതെ എൻ്റെ ഹൃദയത്തോട് ചേർക്കപ്പെട്ടൊരു മാസമാണ്. കാരണം 25 വർഷം മുമ്പാണ്, ഒരു ജൂൺ മാസം 12-ാം തീയതിയാണ് എൻ്റെ അപ്പൻ മരിക്കുന്നത്. ഞാനന്ന് സെമിനാരിയിൽ പഠിക്കുവാണ്, ബാംഗ്ലൂരുള്ള ഞങ്ങളുടെ ഫിലോസഫി ഹൗസിൽ പഠിക്കുവാണ്. 2000 ആണ്ട് ജൂൺ മാസം 12-ാം തീയതി എൻ്റെ അപ്പൻ ആശുപത്രിയിലാണെന്നറിഞ്ഞ വാർത്തയറിഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്നു. ആശുപത്രിയിലെത്തി.
അപ്പൻ്റെ മരണസമയത്ത് ഞാൻ കൂടെയുണ്ട്. ഞങ്ങൾ മക്കൾ 7 മക്കളാണ്, ഞാൻ 7ാമത്തെ ആളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ മരണത്തോട് ബന്ധപ്പെട്ടുണ്ടാവുന്ന വലിയൊരു ഭാരമുണ്ട്, പല പല കാര്യങ്ങളിലെ ഭാരമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇളയവനായതുകൊണ്ട് തന്നെ അമ്മയോടൊരു വല്ലാത്ത സ്നേഹം കൂടുതലായിട്ടുണ്ടാവും, സ്വാഭാവികം. ഇപ്പം എൻ്റെ വീട്ടിൽ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത ഞെരുക്കവും ഭാരവും സങ്കടവും, എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഞെരുക്കവും ഭാരവും സങ്കടവും. വീട്ടിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ്, ശവസംസ്കാരം കഴിഞ്ഞ് 7 കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ സെമിനാരിയിൽ ഞാൻ തിരിച്ചെത്തി. ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മുറിയിൽ വാതിലിൻ്റെ പടിയിൽ ഒരു എഴുത്ത് എനിക്കിരിപ്പുണ്ട്, ഒരെഴുത്ത്. ഞാൻ ആ എഴുത്തെടുത്ത് നോക്കി. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എഴുതിയ അവസാനത്തെ എഴുത്താണത്. അതായത് ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ മുറിയിലെത്തിയപ്പോൾ, ബാംഗ്ലൂർ എത്തിയിട്ട് ഞാൻ കാണുന്ന ആദ്യത്തത് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എഴുതിയ ഒരു ലെറ്ററാണ്. ആ ലെറ്റർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് പോന്നപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു ലെറ്ററാണിത്. എൻ്റെ ബൈബിളിൽ ഞാൻ ഇടയ്ക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി മരണത്തിന് മണിക്കൂറുകൾ മുമ്പ് എഴുതിയ ഒരു എഴുത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ എഴുത്ത് വായിച്ചു. എൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പനോട് വല്ലാത്ത സ്നേഹം കൂടി എന്നതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം കയറി. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? എൻ്റെ അമ്മയുടെ കാര്യം, എൻ്റെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ, എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം. ഇനി ഈ സെമിനാരി ജീവിതം തുടരാൻ പറ്റുമോ, അതോ ഞാൻ നാട്ടിൽ പോയി എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കണ്ടേ? എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭാരം. പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി ഭാരം, ഉറങ്ങാൻ പറ്റുന്നില്ല. സങ്കടം എൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനോടും പറയാൻ പറ്റുന്നില്ല. സങ്കടം ഇങ്ങനെ തികട്ടി വരുമ്പോഴാണ് ഞങ്ങളുടെ സെമിനാരിയിൽ വാർഷിക ധ്യാനിപ്പിക്കാനായിട്ട് വന്നത് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, വിൻസെൻഷൻ സഭയുടെ പ്രിയപ്പെട്ട അച്ഛനാണ്. നിങ്ങൾക്കൊക്കെ ഈ അച്ഛനെ അറിയാം. തന്നാലും നാഥ, അല്ലേ അല്ലേ അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ ഒത്തിരി ഗീതങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ. പ്രിയപ്പെട്ടവരെ, ഈ പനച്ചിക്കൽ അച്ഛൻ്റെ അടുക്കൽ ഞാൻ കടന്നു ചെന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ വല്ലാത്തൊരു മാനസിക സംഘർഷ അവസ്ഥയിലാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം. സംസാരത്തിനിടയിൽ ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ അപ്പൻ മരിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. എൻ്റെ ഉള്ളിൽ മാനസികമായി വലിയ പിരിമുറുക്കത്തിലാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വല്ലാത്ത സങ്കടം. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഉടനെ ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, ബ്രദർ തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് ബ്രദറിന് തോന്നുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഞാൻ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, ഭംഗിയായിട്ട് നടന്നില്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാം എന്തെൻ്റെ ഉള്ളിൽ ഒരു ചിന്ത. അപ്പോൾ എന്നോട് ഈ മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു തന്നു. ബ്രദറിനൊരു കാര്യം ചെയ്യൂ. ബ്രദറിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ കാര്യം നോക്കണം, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം, ഇത്രയല്ലേ ഉള്ളൂ. ബ്രദർ ഒരു കാര്യം ചെയ്യുക, വിളിച്ച വിളിയോട് വിശ്വസ്തനായിട്ട് നിൽക്കുക. ഒരു പുരോഹിതനായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാൽ ഈശോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ബ്രദർ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ബ്രദർ ഈ ദൈവവിളിയിൽ തുടർന്നു കഴിഞ്ഞാൽ ബ്രദർ വിശ്വസിക്കുന്നതിനും അപ്പുറം കാര്യങ്ങൾ വീട്ടിൽ ഈശോ ചെയ്യും. ഏതാ വേണ്ടേ? ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിലുള്ള ഭാരം മാറി. എൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ വല്ലാത്ത ഭാരമുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാത്തിനും ഉത്തരം ഈശോ നൽകും. ബ്രദർ ധൈര്യമായിട്ടിരിക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് കേട്ട് അന്ന് ഉറപ്പിച്ചൊരു കോൺട്രാക്റ്റാണ്. തമ്പുരാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം നിനക്ക്, എൻ്റെ ആകുലതയും എൻ്റെ ആവശ്യങ്ങളും ആര് നോക്കിക്കോണം? സ്വർഗം നോക്കിക്കോണം. കാരണം സ്വർഗത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കപ്പെട്ടാൽ സ്വർഗത്തിന്റെ ശക്തി ആ വിഷയത്തിൽ ഇറങ്ങണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങളേറെ കഴിഞ്ഞു. 25 വർഷമാവുന്ന എൻ്റെ അപ്പം മരിച്ചിട്ട്. എന്നും ഞാൻ അൾത്താര നിൽക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖം കാണും. കാരണം എന്നും പരിശുദ്ധ കുർബാന മുടക്കാത്തൊരപ്പനായിരുന്നു എൻ്റെ അപ്പൻ.
എല്ലാ ദിവസവും വെള്ളവസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ അൾത്താരയുടെ മുൻവശത്ത് ഈ അപ്പൻ ഈ കൈകളിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നിറകണ്ണുകളോടുകൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അപ്പൻ്റെ മരണത്തിന് ശേഷം സമ്പാദ്യം ഇങ്ങനെ അളന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല. എന്താ മിച്ചമുള്ള? ഒന്നുമില്ല. ഈ ഭാരം എൻ്റെ ഉള്ളിൽ വന്നു. പക്ഷേ ഒരു വൈദികനായി ഈ പോട്ടാശ്രമത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അൾത്താരയിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം സ്വർഗത്തിൻ്റെ ശക്തി തന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. വിശ്വസിക്കുന്നവര് നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതെന്റെ അനുഭവം പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് ഒരു കാര്യം ഓർത്തോണം. ഒറ്റ കാര്യം നീ ഓർത്തോണം. നിന്റെ ഹൃദയത്തിലെ ഭാരം എന്താണോ ആ വിഷയത്തിന് സ്വർഗം ഒരു ഉത്തരം നൽകും. സ്വർഗം ഒരു ശക്തി തന്നിരിക്കും. ഹല്ലേലൂയ. അതേത് വിഷയമായിക്കൊള്ളട്ടെ, എത്ര വലിയ ആഴത്തിലുള്ള വിഷയമായിക്കൊള്ളട്ടെ, ഇനി രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം, കരയ്ക്ക് കയറാൻ പറ്റാത്ത വണ്ണം നീ ഇങ്ങനെ വിഷമിച്ച് കിടക്കുവാണോ? നീ വിഷമിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ സ്വർഗം ഒരു ശക്തി നൽകും. ആ ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. 2 കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഒച്ചത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഈ 2025 പന്തക്കുസ്തായിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെയുള്ള മേഖലകൾ ഉണ്ടല്ലോ, അതൊന്ന് മനസ്സിലൊന്ന് ഓർത്തെ. കർത്താവെ, ഈ പരിശുദ്ധ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഈ 2025 ഈ പന്തക്കുസ്ത, പ്രത്യേകിച്ച് ഈ പോട്ടാശ്രമത്തിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും വെറുതെ പോകാവാതിരിക്കാൻ കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീരിന്, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് ദൈവജനത്തെ ബോധ്യപ്പെടുത്തുന്ന വലിയൊരു പ്രാർത്ഥന ഞങ്ങളുടെ ഉള്ളിലുണ്ടാവട്ടെ. കർത്താവ്, ഞങ്ങളുടെ മേൽ അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കണമേ, സംഭവിക്കണമേ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ദൈവമേ, അത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കട്ടെ. ആ വലിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിനു മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധമായ അൾത്താരയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആര് എന്നെ സഹായിക്കും? സങ്കീർത്തനം 121 ചോദ്യം ഇതാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, സഹായം എനിക്ക് എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനിൽ നിന്ന്. എനിക്ക് സഹായം എന്നെ ഇപ്പോൾ പ്രാർത്ഥനയിൽ ഇവിടെ നിലനിർത്തിയവനിൽ നിന്ന്. എനിക്ക് സഹായം എൻ്റെ കൺമുമ്പിലുള്ള ഈ പരിശുദ്ധ അൾത്താരയിലുള്ള ദൈവ സാന്നിധ്യത്തിൽ നിന്ന്. 2 കരങ്ങളും ഇങ്ങനെ നീട്ടി ഇങ്ങനെ പിടിച്ച് കണ്ണുകളടച്ച് മറ്റൊന്നും ചിന്തിക്കേണ്ട. ഒരല്പസമയം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണോ സ്തുതിക്കാനായിട്ട് പരിശുദ്ധാത്മാ പ്രേരണ നൽകുന്നത് അതുപോലെ ഒന്ന് സ്തുതിക്കുകയാണ്. നിങ്ങളെ ആരും നിയന്ത്രിക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് സ്തുതിക്കാനായി പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയനുസരിച്ച് ഈ അൾത്താരയുടെ മുമ്പിൽ നമ്മൾ സ്തുതിക്കുകയാണ്. ഈ സ്തുതിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ദൈവമാണ് എൻ്റെ സഹായം, എൻ്റെ ആശ്രയമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന ശുശ്രൂഷയാണ്. ദൈവമാണ് എൻ്റെ ആശ്രയവും സഹായവും, എനിക്ക് വേറെ ഒന്നുമില്ല. ഓ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരു 2 മിനിറ്റ് സമയം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ, എങ്ങനെ സ്തുതിക്കാൻ പരിശുദ്ധാത്മാ പ്രേരണ നൽകുന്നുവോ അതുപോലെ സ്തുതിക്കണം. സ്വരം അല്പം കൂടെ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കണം. നാവ് തുറന്ന് സ്തുതിക്കണം.
ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ സ്തുതിക്കണം. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരട്ടെ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ഇതാ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം സ്വർഗത്തിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം സ്വർഗത്തിൽ നിന്ന് വരുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, വിശ്വസിക്കട്ടെ. പോരാ പോരാ പോരാ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. നാവ് ചലിക്കട്ടെ. നാവ് ചലിക്കട്ടെ. ഭാഷാവരത്തിന് കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കൂട്ടായ്മയിൽ ചൊരിയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. എല്ലാ തിന്മയുടെ ബന്ധന ശക്തികളും കർത്താവ് അഴിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് പുതിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് പരിശുദ്ധ അൾത്താരിൽ നിന്നുള്ള ദൈവശക്തി വെളിപ്പെടുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു. ഒരു അഭിഷേകം വെളിപ്പെടുന്നു. ഈ സമയം നിന്റെ ജീവിതത്തെ കർത്താവ് തുറക്കുന്നു. കർത്താവ് ബലപ്പെടുത്തുന്നു. സ്വർഗം നിനക്ക് ശക്തി നൽകുന്നു.